ഹായ് ഓൾ, അസ്സാം വലൈക്കും. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഹമ്മൂസാണ് ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഹമ്മൂസിന് ആവശ്യമായ സാധനങ്ങൾ ഗാർലിക്, ചില്ലി, തഹീന, കേട്, ഒലിവ് ഓയിൽ ഒക്കെ ഇതെടുത്തിട്ടുള്ള കടലയാണ് ഇത്. കടല കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇത് പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഗാർലിക്കും ചില്ലിയും ഒലിവ് ഓയിലും തഹീനിയും അതുപോലെ തന്നെ കേടും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. തഹീന എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂണാണ്. അതുപോലെ തന്നെ കേടും 3 ടേബിൾ സ്പൂണാണ്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒലിവ് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ തവണത്തെ നമ്മുടെ വീഡിയോ പാസ്തൻ്റെ റെസിപ്പി 1.2K എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒന്ന് ചെയ്തു തരാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണുക. അത് കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും സാൾട്ട് ആഡ് ചെയ്യണ്ട, കാരണം തഹീനൻ്റെ ഒക്കെ സാൾട്ടിൻ്റെ ഒരു ഫ്ലേവർ വരും. അതുകൊണ്ട് അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സാൾട്ട് ആഡ് ചെയ്താൽ മതി. തഹീന ഹോം മെയ്ഡായിട്ടും ഉണ്ടാക്കാം. വൈറ്റ് എള്ള് റോസ്റ്റ് ചെയ്തിട്ട് ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ജ്യൂസിൻ്റെ ചെറിയ ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം മെയ്ഡായിട്ടൊന്ന് തഹീന ഉണ്ടാക്കാം. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബോട്ടിലിൽ വരുന്ന തഹീനയാണ്. 1/4 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സ്മൂത്തായിട്ട് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു അറബിക് ഡിഷാണ്, അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷും കൂടിയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സാൾട്ടിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് വീണ്ടും കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഡെക്കറേഷൻ ചെയ്യുന്നതും കൂടി ഞാനിവിടെ കാണിച്ചിരുന്നുണ്ട്. പാർട്ടികളിലൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്താൽ അതൊരു വെറൈറ്റി ആയിട്ട് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡലും കൂടി ഇവിടെ കാണിച്ചിരുന്നത്. നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സോയാ സോസ് വെച്ചിട്ടാണ് ഞാൻ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. ഇതുവരെ ആരും ഇങ്ങനെ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ട് നല്ലൊരു ഷോ കാണും. ഹമ്മൂസിൻ്റെ ഒരു സ്റ്റൈലൊക്കെ തന്നെ മാറിക്കാണും. ഇതിൻ്റെ നടുവിലായിട്ട് ഞാൻ കുറച്ച് ബോയിൽ ചെയ്ത് കടല എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 4-5 കടല. കുറച്ച് ഒറിഗാനോ ആഡ് ചെയ്തിട്ടുണ്ട്. ഒറിഗാനോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ആയിട്ട് ചെയ്ത് നോക്കുക. കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി ആഡ് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ്.